ആയിക്കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാളികുളങ്ങര അമ്പലത്തിലാണ് കേട്ടോ വന്നേക്കണത്. കാലം വെക്കാൻ വന്നതാണ്, പൊങ്കാലം. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ചയാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ദേവിയുടെ ദിവസമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു അടുപ്പൊക്കെ കണ്ടുപിടിച്ച്, ഒരടുപ്പ് ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പുറകിൽ പോയി കുറേ നേരം നിന്ന്. അത് കഴിഞ്ഞ് അത് മാറിയതിന് ശേഷമാണ് നമ്മൾ വെച്ചത് കേട്ടോ കാലം. അപ്പോൾ നമ്മൾ കലമൊക്കെ വെച്ച് ഇനി പൊങ്കാല ഇടാൻ പോണേണ് കേട്ടോ. അപ്പോൾ അടുപ്പിൽ നിന്ന് കത്തിച്ച്, മറ്റേ അടുത്തുണ്ടായിരുന്ന അടുപ്പിൽ നിന്ന് കത്തിച്ച് നമ്മൾ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടോ. ഞാനും നാത്തൂനും കൂടിയാണേ പോയത്, പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തീ കത്തിക്കുകയാണേ. തീ കത്തിച്ച് ഇതിങ്ങനെ ഓരോരുത്തരിങ്ങനെ നേർച്ചയൊക്കെ നേരണയാണ് കേട്ടോ. ഇങ്ങനെ ഇടാം. അവിടെ കുറേ ഇതുണ്ട്, കുറേ നേർച്ചകളുണ്ട്. ഇങ്ങനെ കാലം വെക്കാം, പിന്നെ തെണ്ടുണ്ടാക്കാം, പിന്നെ അതുപോലെ വേറൊരു ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തർ നേരാണ്. അപ്പോൾ ഈ തെണ്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കത്തിച്ച് വെച്ച് ഭയങ്കര ചൂടായിരുന്നേ. ഭയങ്കര ചൂടും ഭയങ്കര പുകയൊക്കെ ആയിരുന്നു. നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് ഇങ്ങനെ സൈഡിലുള്ളൊരു അടുപ്പ് കിട്ടിയിട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെയുള്ള ഭയങ്കര ചൂടും പുകയൊക്കെ കിട്ടിയായിരുന്നു നമുക്ക്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് സൈഡിലൊരടുപ്പ് കിട്ടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കത്തിക്കുകയാണ് കേട്ടോ. ചൂട്ടും അതുപോലെ പൊതിമടൽ അങ്ങനെയുള്ള തെങ്ങിൻ്റെ കൂടുതൽ സാധനങ്ങളും കൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കണത്. നമ്മൾ മറ്റേ അല്ലാത്ത പോലത്തെ വിറകൊന്നും ഇതിന് ഉപയോഗിക്കൂലേ. പക്ഷേ പെട്ടെന്നാവും കേട്ടോ ഈ സംഭവം. നമ്മളാ വെറുതെ ചൂട്ട് വെച്ചപ്പോൾ കൊതുമ്പൊക്കെ വെച്ചാൽ കത്തിക്കണേന്നുണ്ടെങ്കിലും ഈ സാധനം പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ അത് അടുപ്പത്ത് വെച്ച് ഉണ്ടോ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. പുകയൊക്കെ കണ്ടോ, എന്ത് പുകയാന്ന് നോക്കിയാൽ. ഭയങ്കര പുക, കണ്ണൊക്കെ എരിഞ്ഞുണ്ടല്ലോ. അപ്പം നമ്മുടെ ഇത് റെഡിയായി കേട്ടോ. ഇതേ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ വേറൊരു സാധനം എന്ന് പറഞ്ഞത്. അതിനെ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. കണ്ടോ, ഇങ്ങനെ പല ഷേപ്പിലൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അതിങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നേരണതാണ്. ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ചെയ്തോളാം, കൊടുത്തോളാം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ചേച്ചി ചെയ്തതാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പൊക്കെ ആക്കി ഉരുട്ടി വെക്കും, എന്നിട്ട് അത് വേവിക്കും അങ്ങനെ. അപ്പോൾ നമ്മുടേത് ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. തിളച്ച് വന്നോളൂ കേട്ടോ. ആദ്യം ഇതിങ്ങനെ അരിയൊക്കെ ഇട്ട് തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ശർക്കരയൊക്കെ ഇടണത്. ഉണ്ടോ, ഇങ്ങനെ തിളച്ച് ഇത്തിരി പോകണം. തിളച്ചിങ്ങനെ ഇത്തിരി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടോ, നമ്മുടെ ഇത്തിരി ഇങ്ങനെ തിളച്ച് പോയി. ഇനി നമ്മൾ അതിനകത്ത് ശർക്കര, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കും. ഈ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും അത്. കണ്ട, തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ആദ്യം ശർക്കര ഇട്ടു. അത് മിസ്സായി പോയിട്ടാണ് ശർക്കര ഇടുന്നത്, എന്ത് ചെയ്ത് കണ്ടില്ല. പിന്നെ നമ്മൾ ഇത് കൂട്ട് പൊടിയൊക്കെ ഇടുകയാണ്. ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കും. കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും ഇളക്കിയില്ലെങ്കിൽ. നമ്മൾ ചൂട്ട് വെച്ചാണ് കേട്ടോ കത്തിക്കണത്. പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് പിന്നെ ക്ഷമയില്ല ഇതിനൊന്നും നിൽക്കാനായിട്ട്. അവന്മാരവിടെയൊക്കെ അതിൽ ഉത്സവപ്പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് കാണാനുള്ള സാധനങ്ങൾ, കഴിക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ എന്നാന്നൊക്കെ നോക്കി അവർ നടക്കുമായിരുന്നു. എന്നാലും കൂടി കേട്ടോ. പുകയൊക്കെ ആയതുകൊണ്ട് അവർക്ക് പുകയാണ് ചൂട്, അവർക്ക് ക്ഷമയില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനൊന്നും ക്ഷമയില്ല. ഇത് ഈ ഇളക്കണ സാധനം ഈ മടലിൻ്റെ അറ്റമാണ് പച്ച, അതുകൊണ്ടാണ് കേട്ടോ ഇളക്കണത്. അത് വേണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ചട്ടകം കൊണ്ടൊക്കെ ഇളക്കാം. പക്ഷേ ഇതാകുമ്പോൾ നല്ല നീട്ടത്തിൽ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി 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 റെഡിയാക്കണത്. അല്ലെങ്കിൽ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടി പിടിക്കും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഏകദേശം റെഡി ചെയ്ത്. ഇപ്പോൾ നാത്തൂൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ട് അവൻ ഇളക്കണയാണ് കേട്ടോ. അവരിളക്കാൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവൻ ഇളക്കണേ. അവൻ അതിനകത്ത് ഇങ്ങനെ ഒന്നും ഇതാവാണ്ട് നിൽക്കണമായിരുന്നു.
പിന്നെ ഇത് ഇളക്കാൻ പറഞ്ഞപ്പോഴത്തേനും വേഗം വന്ന് ഇളക്കി കേട്ടോ അവനെ ഇളക്കാൻ അറിഞ്ഞൂടെ. ദേ അപ്പം അവിടെ ഉത്സവപ്പറമ്പിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഉണ്ട് അവിടെ താലം വന്നേക്കായിരുന്നു, ദേവീനെ എഴുന്നള്ളിച്ചോണ്ട് വന്നത് അതൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വെച്ച് വാണിമ്പക്കാരുടെ അടുത്തൊക്കെ പോയി. പിള്ളേർക്ക് കുറേ അവനപ്പോൾ പാമ്പ് മേടിക്കാമെന്ന് എന്നോട് പറയണം, പാമ്പ് മേടിക്കാമെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിൽ എനിക്കതിനെ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ. പാമ്പ് മേടിക്കാൻ, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പാമ്പ് മേടിക്കാമെന്ന് ഞാൻ സമ്മതിച്ചില്ല. അവനത് അവിടുന്ന് വലിച്ചു കുറച്ചൊക്കെ എടുത്ത് ഞാൻ സമ്മതിച്ചില്ല. അതേ കണ്ടോ, ഞാൻ തേന്നിട്ട് ഇത്തിരി സിന്ദൂരം വാങ്ങിച്ചിട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഞാൻ ഈ സിന്ദൂരം മേടിക്കണത്. കടയിൽ നിന്ന് മേടിക്കണത് എനിക്ക് ഇഷ്ടമാവാറില്ല. ഞാൻ ഈ റെഡ് സിന്ദൂരാണ് മേടിച്ചത്. റെഡ് അങ്ങനെ എനിക്ക് കിട്ടാറില്ല, കടയിൽ നിന്ന് മെറൂണൊക്കെയാണ് കിട്ടണത്. പിന്നെ അവിടെ ഒത്തിരി ഇങ്ങനത്തെ പഴയ മോഡൽ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. അതേ പുട്ടുകുറ്റി, മുളയുടെ പുട്ടുകുറ്റി, പിന്നെ ഇതിങ്ങനെ സ്റ്റിക്ക്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്റ്റിക്ക്. പിന്നെ ഇത് ചിരവ, അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഈ സാധനത്തിനൊക്കെ. പിന്നെ അത് ഉറി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, പണ്ടത്തെ പോലത്തെ ഉറി. അത് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണം എന്ന് തോന്നി, പക്ഷേ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. 150 രൂപയായിരുന്നു അതിന്, ഇടാൻ സ്ഥലം ഉണ്ടായില്ല. ഇത് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. തവിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ട, നല്ല രസമുള്ള തവിയൊക്കെ ഉണ്ടായിരുന്നു. തവിയുണ്ട്, പിന്നെ ചപ്പാത്തിക്കോല്, ചപ്പാത്തി പലക, പറ, അങ്ങനെ. ഇത് മറ്റേ ഇതായിരുന്നു പപ്പടക്കോല്. അതൊക്കെ തടിയുടെ സാധനങ്ങളാണ്. നല്ല രസമുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തോക്കും അതും ഇതൊക്കെ മേടിച്ച്. 2 പേരും തോക്കാണ് കേട്ടോ മേടിച്ചത്. ഇത് നമ്മുടെ പരിചയമുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചു. അപ്പം നമ്മളങ്ങനെ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.